അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം ലോകം പുതിയ ഒരു ഹിജ്റ വർഷത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഹിജ്റയുമായി ബന്ധപ്പെട്ട ഏതാനും ചില ആശയങ്ങൾ നിങ്ങളുമായി പങ്കിടുകയാണ് ഈ വീഡിയോ ലക്ഷ്യം വെക്കുന്നത്. ഒന്നാമതായിട്ട്, ഹിജ്റ എന്നുള്ളതൊരു തോൽവിയല്ല. ശരിയാണ്, ഹിജ്റ ഒരു പലായനമായിരുന്നു. മക്കയിൽ നിന്നും മദീനയിലേക്ക് മുസ്ലിമീങ്ങൾ ഒളിച്ചോടിയ കഥയാണ് ഹിജ്റക്ക് പറയാനുള്ളത്. എന്നിരുന്നാലും അതൊരു തോൽവിയല്ല, ഒരിക്കലും തോൽവിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം ദീന് പ്രചരിപ്പിക്കുക, നുബുവത്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, നുബുവത്തിൻ്റെ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം അവിടെയുണ്ട്. ലക്ഷ്യം ഒഴിവാക്കലാണ് തോൽവി എന്നുള്ളത്. ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം അത് ചേഞ്ച് വരുത്തുക എന്നുള്ളത് തോൽവിയല്ല. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, അവിടെ ഗോൾ കൃത്യമായിട്ട് അങ്ങനെ തന്നെയുണ്ട്. പക്ഷേ ആ ഗോളിലേക്ക് എത്താനുള്ള, ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സ്ട്രാറ്റജി മാറ്റി. നമ്മളും അങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്തെങ്കിലും ഒരു വലിയ കാര്യം, വലിയ ലക്ഷ്യം സമ്പാദിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ ചിലപ്പോൾ സ്ട്രാറ്റജി മോഡിഫിക്കേഷൻ ആവശ്യമായി വരും. ഒരേ ശൈലിയിൽ മുന്നോട്ട് പോയാൽ നല്ല നിലയ്ക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ നമ്പർ 1 നാം പഠിക്കുന്ന പാഠം, നമുക്ക് ലക്ഷ്യം വലുതായിരിക്കണം. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സ്ട്രാറ്റജി ചിലപ്പോൾ മാറ്റേണ്ടി വരും. ഹിജ്റ എന്നുള്ളത് ഒരു തോൽവിയല്ല, മറിച്ച് ലക്ഷ്യത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമായിരുന്നു. രണ്ടാമതായിട്ട് നാം പഠിക്കുന്നത്, ഹിജ്റയിലൂടെ കംഫർട്ട് സോണ് വിട്ടുപോയാലേ വലിയ വലിയ ലക്ഷ്യങ്ങൾ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയില്ല. നല്ല ജോലി വേണമെങ്കിൽ, ബിസിനസ്സിൽ വലിയ വളർച്ച വേണമെങ്കിൽ തീർച്ചയായും ഒരുപാട് സുഖങ്ങൾ ഒഴിവാക്കേണ്ടി വരും, ഒരുപാട് സന്തോഷങ്ങൾ ത്യജിക്കേണ്ടി വരും. സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ വലിയ വലിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. മക്കയോട് നബി തങ്ങൾക്ക് അത്രയും ഇഷ്ടമായിരുന്നു. എന്നിട്ടും മദീനയിലേക്ക് പോകുന്നത്, നാട് ത്യജിച്ച്, വീട് ത്യജിച്ച്, കുടുംബത്തെ ഒഴിവാക്കി പോകുന്നത് വലിയൊരു ലക്ഷ്യസാക്ഷാത്കാരത്തിനാണ്. തൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് അവിടെ നിന്ന് പുറത്തു പോയപ്പോൾ വലിയ സൗഭാഗ്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് നല്ല എഡ്യൂക്കേഷൻ വേണം, അതല്ലെങ്കിൽ നല്ല ബിസിനസ് വേണം, നല്ല ജോലി വേണം. ചിലപ്പോൾ അതിന് നാട് വിടേണ്ടി വരും, കുടുംബങ്ങളെ ഒഴിവാക്കേണ്ടി വരും. ആ ഒരു സാക്രിഫൈസ് നമ്മൾ ചെയ്തേ പറ്റും. മൂന്നാമതായിട്ട്, വലിയ വലിയ ലക്ഷ്യങ്ങൾക്ക് കൃത്യമായ പ്ലാനിങ് വേണം. നമ്മളെപ്പോഴും ഒരുപാട് ഡ്രീംസ് അഥവാ സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുന്നു. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നത് എങ്ങനെ? അതുവല്ല ലക്കിൻ്റെ മേലെ എന്തെങ്കിലും ഒരു ഭാഗ്യം എനിക്ക് ഒരു ദിവസം വരുമെന്ന് വിചാരിച്ച് ആ സ്വപ്നങ്ങളുമായി നടക്കുകയാണെങ്കിൽ അതൊരിക്കലും സാക്ഷാത്കരിക്കാൻ പോകുന്നില്ല. നമ്മൾക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള പ്ലാൻ കൃത്യമായി നമ്മുടെ മുമ്പിൽ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയിലും നാം കാണുന്നത്, ഹിജ്റ എന്ന ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി കൃത്യമായ പ്ലാനിങ്. ആര് എവിടേക്ക് പോകണം, മദീനയുടെ ഡയറക്ഷനിലേക്കല്ല നബി തങ്ങൾ ഹിജ്റ ആദ്യം ആരംഭിക്കുന്നത്. ഹിജ്റ ആരംഭിക്കുന്നത് മദീനയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അതുപോലെ അവിടെ ഗുഹയിൽ താമസിക്കുമ്പോൾ അവിടേക്ക് ആര് ഭക്ഷണം എത്തിക്കണം, അവിടെ മക്കയിലെ വിവരങ്ങൾ ആര് പറഞ്ഞു തരണം. അതുപോലെ മദീനയിലേക്ക് ഹൈവേ റൂട്ട് പിടിച്ചിട്ടല്ല നബി തങ്ങൾ പോയത്, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ ജനങ്ങൾ പോകാത്ത വഴിയിലൂടെയാണ് പോയത്. അതിന് പ്രത്യേകമായ ഒരു സ്പെഷ്യലിസ്റ്റ് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്തിനെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹയർ ചെയ്തു. കൂടെ ഒരാൾ വേണം. അതിന് ബെസ്റ്റ് ഫ്രണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ നേരത്തെ പോകണ്ട എന്ന് പറഞ്ഞ് പലപ്പോഴും സമ്മതം കൊടുത്തില്ല. അപ്പോൾ കൃത്യമായ ഒരു പ്ലാനിങ് നമുക്ക് പല നിലക്കും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വലിയ ലക്ഷ്യമുണ്ടെങ്കിൽ അതിങ്ങനെ ഭാഗ്യത്തിൻ്റെ മേൽ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, മറിച്ച് പ്ലാൻ വേണം. ആ പ്ലാന് നമ്മൾ കൃത്യമായി നിറവേറ്റുകയും വേണം. മൂന്നാമതായിട്ട്, അതല്ലെങ്കിൽ ഒരുപാട് പറയാൻ പറ്റും, ഞാൻ ജസ്റ്റ് ചില ആശയങ്ങളാണ്. മൂന്നാമതായിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തിയതിന് ശേഷം അവിടെ ഒരു രാഷ്ട്രം സ്ഥാപിക്കുകയാണ്. ആ രാഷ്ട്രം അതൊരു ബഹുസ്വര രാഷ്ട്രമായിരുന്നു. ശരിയാണ്, ഇസ്ലാമിക് രാഷ്ട്രമായിരുന്നെങ്കിൽ പോലും ബഹുസ്വര സമൂഹത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിച്ചത്. അപ്പോൾ ഇസ്ലാമിൻ്റെ മാനുഷിക മൂല്യങ്ങൾ നമുക്കവിടെ വായിക്കാൻ കഴിയും. ആദ്യമായി ഇസ്ലാമിക രാഷ്ട്രത്തിനുണ്ടാക്കിയ ഭരണഘടനയിൽ അമുസ്ലിമീങ്ങൾക്ക് അവിടെ സ്ഥാനമുണ്ടായിരുന്നു. ഒരിക്കലും അമുസ്ലിമീങ്ങളെ മദീനയിൽ നിന്ന് ഒഴിവാക്കിയുള്ള ഒരു ഭരണഘടനയായിരുന്നില്ല. അപ്പോൾ മനുഷ്യനെന്നുള്ള നിലക്ക് എല്ലാവരെയും പരിഗണിക്കണം. എല്ലാവർക്കും മനുഷ്യനെന്ന നിലക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദുനിയാവിൽ അല്ലാഹു തആല എല്ലാവർക്കും ആ ഒരു സ്വാതന്ത്ര്യം കൊടുത്തതുകൊണ്ട് നാം അത് വകവെച്ച് കൊടുക്കണം. എത്ര വലിയ പവറുണ്ടെങ്കിലും മനുഷ്യനെ മനുഷ്യനായി കാണുകയും എല്ലാവരോടും നല്ല സഹവർത്തിത്തോടെ പെരുമാറുകയും ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് ധാരാളം പറയാൻ സാധിക്കും. വീഡിയോ നീണ്ടു പോകുന്നത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.